ഇവിടെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഏത് കാൻഡിഡേറ്റിനെയും തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. അന്യായമായിട്ട് നമ്മളോട് പെരുമാറുന്നത് കണ്ടാൽ നമ്മൾ പ്രതികരിക്കണം. അതിനുള്ള ശക്തി നമുക്കുണ്ട്. നമ്മുടെ മലയോര മേഖലയിലുള്ള സ്ഥലങ്ങൾ ഇവർ വാങ്ങിക്കൂട്ടുന്നു, 10 ലക്ഷം 15 ലക്ഷം കൊണ്ട് കൊടുക്കുന്നു. അത് 10 സെന്റ് ഉള്ളവനും 10 ഏക്കർ ഉള്ളവനും ഒരേപോലെ ആകും. അതെന്തൊരു അനീതിയാണ്. പല സിനിമകളും എടുത്താൽ നമ്മളുടെ വിശുദ്ധ സങ്കല്പങ്ങളെ തച്ചുടയ്ക്കുന്ന വിധത്തിൽ വളരെ മോശമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. അത് ചെയ്യുന്നവർ ആലോചിക്കേണ്ടതാണ്. കാരണം ഇത് ടെസ്റ്റ് ഡോസായിട്ട് പല സ്ഥലത്ത് ആവർത്തിക്കുന്നതായിട്ട് നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, അത്തരം യാതൊരു നീക്കങ്ങളും കത്തോലിക്ക കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം അനുവദിക്കുന്നതല്ല. കാരണം ഇത് ആരുടെ ഔദാര്യമല്ല. കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭക്തസംഘടനയല്ല, ഇതൊരു സാമുദായിക സംഘടനയാണ്. ഉള്ള പിള്ളേരെല്ലാം ഇങ്ങനെ വാലുവാല വിദേശത്ത് പോകുന്നത്, അതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സഭയിലെ എല്ലാവരും വിശുദ്ധരാണെന്ന് ഞാൻ പറയുന്നില്ല. കുറവുകളുള്ളവരും തെറ്റുകൾ പറ്റിയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് സഭ ആകമാനം മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 2000 വർഷമായിട്ട് ഇത്തരം മലീമസമായ ചിന്തകളോടെ പലരും ഈ സഭയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നടന്നിട്ടില്ല. മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ ആരെങ്കിലും ചെന്ന് ഇവിടെ വിശുദ്ധ കുർബാന നടത്തണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് പ്രവാചക ധീരതയോടെ സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന വൈദികൻ. കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയെ ഉയരങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവീലച്ചനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അച്ഛാ, ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. അച്ഛൻ ഏകദേശം 1 വർഷത്തോളമായി ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു ഗ്ലോബൽ ഡയറക്ടർ എന്ന പദവിയിലേക്ക് എത്തിയിട്ട്. നമ്മൾ ഈ കുറെ വർഷങ്ങൾ നമ്മൾ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ ഒരു പ്രവർത്തന ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഈ പൊതുസമൂഹത്തിലും മുഖ്യധാരയിലും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കിടയിലും കത്തോലിക്ക കോൺഗ്രസിന് കുറെ കൂടി ഒരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, സമുദായം നേരിടുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ കത്തോലിക്ക കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരു മാറ്റത്തിന് പിന്നിലൊരു കാരണം? എന്താണ്? ആദ്യമേ തന്നെ ഇതൊരു ദൈവ നിയോഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരെ നിയോഗിക്കും. ഇസ്രായേലിന്റെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ന്യായാധിപന്മാരെ നൽകി, പ്രവാചകന്മാരെ നൽകി, രാജാക്കന്മാരെ നൽകി ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചു. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരിലൂടെ ദൈവം നയിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസിനെ ദൈവം എടുത്തുയർത്തി എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. കാരണം ഈ കത്തോലിക്ക കോൺഗ്രസ് സിറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ സമുദായ സംഘടനയാണ്. ഈ സമുദായ സംഘടന ഈ സമുദായത്തിലെ ഓരോ അംഗത്തിൻ്റെയും ഉത്കർഷത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ പ്രത്യേകിച്ചും ഈ സമുദായ സംഘടന ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അത് നിറവേറ്റുകയും ചെയ്തു. വളരെ പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ കത്തോലിക്കർക്ക് ഉണ്ടാകുന്ന വിഷയങ്ങൾ മാത്രമല്ല, സാധാരണക്കാരായ മനുഷ്യർ, വളരെ പ്രത്യേകിച്ച് കർഷകരായ മനുഷ്യർ, അവർക്കൊക്കെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായപ്പോൾ അവർക്ക് വേണ്ടി മറ്റ് യാതൊരു ഉദ്ദേശവുമില്ലാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് നിലകൊണ്ടു. അവരുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് ഗവൺമെന്റിന് മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും കത്തോലിക്ക കോൺഗ്രസ് അവതരിപ്പിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിന് വളരെ കൃത്യമായ നിലപാടുകളുണ്ട്. നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന യാതൊരു ഇടപാടുമില്ല കത്തോലിക്ക കോൺഗ്രസ്. ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ നന്മയാണെന്ന് മനസ്സിലായാൽ അഭിമന്യ പിതാക്കന്മാർ നയിക്കുന്ന ഈ സഭയെ അതിൻ്റെ നന്മയിലേക്ക് ഈ സമുദായ അംഗങ്ങളെ ചേർത്ത് നിർത്തുവാൻ കത്തോലിക്ക കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. അപ്പൊ തന്നെ വെച്ചാൽ പലരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ്. ഇപ്പം അച്ഛൻ തുടക്കത്തിൽ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ഈ കാലയളവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. നിരവധി സംഘടനകളുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയിൽ. അതിൽ ഔദ്യോഗികമായിട്ടുള്ള സംഘടനകളുണ്ട്, അനൗദ്യോഗികമായിട്ടുള്ള നിരവധി സംഘടനകളുണ്ട്.
പക്ഷെ അതിൽ നിന്നെല്ലാം ഈ കത്തോലിക്ക കോൺഗ്രസിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്താണ്? അതായത് പലപ്പോഴും നമുക്കറിയാം, മാറുന്ന കാലഘട്ടത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് സംഘടനകളിൽ നിന്ന് ഒപ്പം തന്നെ ഈ മാറുന്ന ഒരു സാഹചര്യത്തിൽ, മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വെല്ലുവിളികൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കത്തോലിക്ക കോൺഗ്രസിന് വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്താണ്? കത്തോലിക്ക സഭയില് സാറ് പറഞ്ഞതുപോലെ പല സംഘടനകളുണ്ട്. അതില് ബഹുഭൂരിപക്ഷം സംഘടനകളും ഭക്ത സംഘടനകളാണ്, ആത്മീയമായ ഉത്കർഷത്തിന് വേണ്ടിയുള്ള സംഘടനകളാണ്. കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭക്ത സംഘടനയല്ല, ഇതൊരു സാമുദായിക സംഘടനയാണ്. അപ്പൊ ചിലര് ചോദിക്കും, അപ്പോൾ ഇവിടെ സഭാ സംവിധാനങ്ങളില്ലേ, ഇടവകയുണ്ട്, ഫൊറോനയുണ്ട്, രൂപതയുണ്ട്, അതിരൂപതയുണ്ട്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന? സഭയുടെ മറ്റ് സംവിധാനങ്ങളൊക്കെ മനുഷ്യന്റെ ആത്മീയ ഉത്കർഷത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ സമുദായത്തിലെ, ഈ സഭയിലെ അംഗങ്ങളുടെ സാമുദായികവും രാഷ്ട്രീയവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് വേണ്ടി പൊതുവായിട്ടുള്ള ഇടപെടലുകൾ സഭ നടത്തുന്നത് ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന സാമുദായിക സംഘടനയിലൂടെയാണ്. അതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ സത്യത്തിൽ ഈ സമുദായ സംഘടന, അഭിനന്ദ റാഫേൽ പിതാവ് ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, ഈ സംഘടന ഒരു അംബർല സംഘടനയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടക്കീഴിൽ എന്നതുപോലെ മറ്റുള്ള എല്ലാവരെയും ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയിൽ ചേർത്ത് നിർത്തി സമുദായത്തിന്റെ വിഷയങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് സമുദായ അംഗങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് കത്തോലിക്ക കോൺഗ്രസിന്റെ കൃത്യമായ ലക്ഷ്യം തന്നെയാണ്. അപ്പൊ തന്നെ വെച്ചാൽ നമുക്കറിയാം, സീറോ മലബാർ സഭയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഓരോ രൂപതകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷെ അതിനെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ ഒരു പൈതൃകമാണ്, ഒരു പാരമ്പര്യമാണ്. നമുക്കറിയാം, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഈ പ്രാദേശികവാദമൊക്കെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളും നാം കാണുന്നുണ്ട്, പല വാർത്തകളും നാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ചില രൂപതകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, ചില രൂപതകൾക്ക് മറ്റ് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ എല്ലാ രൂപതകളിലും പ്രവർത്തിക്കേണ്ട, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. അപ്പോൾ ആ ഒരു വ്യത്യസ്തതകൾ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഒരു ബേസിക് തലത്തിലേക്ക്, ഒരു അടിസ്ഥാന തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മുടെ സഭയിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സഭയിലെ പല രൂപതകളും വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, ഒത്തിരിയേറെ നന്മകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ആയിപ്പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ദീപികയുടെ സ്ഥിതി തന്നെ നമ്മൾ പറയുകയാണ്, കത്തോലിക്ക സഭയുടെ ഒരു മുഖപത്രമായ ദീപികയുടെ കാര്യത്തിൽ വന്നപ്പോൾ പോലും നമ്മളത് കണ്ടതാണ്. പിന്നെ അതിനൊരു മാറ്റം വന്നു. ഇപ്പൊ കത്തോലിക്ക കോൺഗ്രസ് എന്ന ഈ സമുദായ സംഘടനയെ സിനഡ് പിതാക്കന്മാര് പുനരുജ്ജീവിപ്പിച്ചു. നേരത്തെ ആ ചെറിയൊരു പ്രവർത്തന മാന്ദ്യം ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിന് മാറ്റം വരുത്തി ഇതിന്റെ നിയമാവലികൾ പരിഷ്കരിച്ച് വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഈ സംഘടന പുനരുജ്ജീവിപ്പിച്ച് ജീവൻ നൽകി. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കത്തോലിക്ക സഭയിലെ എല്ലാ രൂപതകളിലുമുള്ള സമുദായ അംഗങ്ങളെ ഒരു ചരടിൽ കോർത്ത് കെട്ടിയതുപോലെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയാണ്. അത് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ പോയി അവിടുത്തെ നേതൃസംഗമത്തിൽ പങ്കെടുത്തു. അവർക്ക് 3/4 മണിക്കൂറോളം ഈ സമുദായ ബോധത്തെ കുറിച്ച് ക്ലാസ് എടുത്തു. ഇന്നിപ്പോൾ പാലക്കാട് രൂപതയിലായിരുന്നു. ഇനി വരാൻ പോകുന്ന ദിനങ്ങളിൽ മാനന്തവാടി, തുടർന്ന് അങ്ങോട്ട് ഓരോ രൂപതകളിലും ഈ നേതൃസംഗമം നടത്തുകയും ആളുകളെ കൂടുതൽ യോജിപ്പിച്ച് നിർത്തുകയും ചെയ്യുകയാണ്. അത് മാത്രമല്ല, ഇനി മുതൽ ഈ സമുദായം നേരിടുന്ന ഏത് പ്രശ്നം ഉണ്ടായാലും കേരളത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ സമുദായ സംഘടന ഒറ്റക്കെട്ടായി നിന്ന് ഒരുമിച്ച് നിന്ന് അതിനെതിരെ പ്രതികരിക്കും. അതിന് മാത്രം സുശക്തമാണ് ഇന്നത്തെ ഈ കത്തോലിക്ക കോൺഗ്രസ് സംഘടന. പുതിയ ഭരണസമിതി നിലവിൽ വന്നു. ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചുവർമിൽ സാറാണ് ഇതിന്റെ പ്രസിഡന്റ്. അദ്ദേഹം പാലക്കാരനാണ്. അതുപോലെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ജോസൂട്ടി ഒഴിയിൽ സാറാണ്. അദ്ദേഹം കോതമംഗലംകാരനാണ്. അതുപോലെ ഈ സംഘടനയുടെ ട്രഷറർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നൽ സാർ, അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ ഭാരവാഹികളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായിട്ടുണ്ട്. അതിൽ എനിക്ക് വലിയ സന്തോഷവുമുണ്ട്. അപ്പൊ തന്നെ വെച്ചാൽ നമുക്കറിയാം, സീറോ മലബാർ സഭയില് നിരവധി ഇടവകളുണ്ട്.
പല ഇടവുകളിലും കത്തോലിക്ക കോൺഗ്രസിന്റെ യൂണിറ്റുകളൊന്നും ഇതുവരെ രൂപം കൊണ്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ വലിയ രീതിയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള വിഷനാണ് അച്ഛൻ ഇവിടെ അവതരിപ്പിച്ചത്. ആ വിഷൻ നല്ല രീതിയിൽ തന്നെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനിയും നിരവധി ഇടവുകളിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഒക്കെ യൂണിറ്റുകൾ രൂപം കൊള്ളാനുണ്ട് എന്നൊരു വസ്തുത ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ? ആശങ്കയില്ല, ഒരു പ്രതീക്ഷയുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിലും വളരെയധികം വർദ്ധിച്ചു. ഉദാഹരണത്തിന് തലശ്ശേരി അതിരൂപതയില് 200ഓളം ഇടവകളുണ്ട്. അതിൽ ഈ ഇത്തവണത്തെ ഇലക്ഷന് മുമ്പ് 146ഓളം ഇടവകൾ യൂണിറ്റ് ഉണ്ടായി രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനുശേഷം ഗ്ലോബൽ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഇനിയും ഈ ഇടവക യൂണിറ്റുകൾ സ്ഥാപിക്കാമെന്ന് വന്നു. ഇപ്പോൾ തന്നെ 10-30 യൂണിറ്റുകൾ കൂടി. അഭിമന്യ മാർ ജോസഫ് അമ്പ്ലാനി പിതാവ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അദ്ദേഹം രൂപതയിലെ എല്ലാ വൈദികരോടും വിശ്വാസികളോടുമായിട്ട് ആഹ്വാനം ചെയ്തു, നമ്മുടെ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് സമ്പൂർണ്ണ അതിരൂപതയാക്കണം എന്ന് പറഞ്ഞാൽ ഈ 200ഓളം ഇടവകളിൽ എല്ലായിടത്തും കത്തോലിക്ക കോൺഗ്രസ് അത് തുടർന്ന് നന്നായി പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരും അതുപോലെ ചാർജുള്ള ബഹുമാനപ്പെട്ട മനോജ് അച്ഛനാണ്, ഡോക്ടർ മനോജ് പാലക്കുടി അച്ഛനാണ് അദ്ദേഹത്തിന് കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടർ. അച്ഛനും പറഞ്ഞു, അച്ഛാ അധികം താമസിയാതെ കാഞ്ഞിരപ്പള്ളിയിലും പരമാവധി യൂണിറ്റുകൾ സ്ഥാപിക്കും. അത് എല്ലായിടത്തും ഒരു വലിയ ഒരു തിരയിളക്കം എന്നൊക്കെ നമ്മൾ പറയട്ടെ. ഈ ആവേശം നമ്മൾ ഓരോ രൂപതയിലും ചെല്ലുമ്പോൾ കാണുകയാണ്. ഇന്ന് പാലക്കാട് ചെന്നപ്പോഴും അതുപോലെ തന്നെയാണ്. ഓരോ രൂപതയിലും നേതൃസമ്മേളനം കഴിയുമ്പോഴും വളരെ ബോധ്യത്തോടെ, തീഷ്ണതയോടെ, ആവശ്യത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരുന്ന നേതാക്കന്മാരെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇത് കത്തോലിക്ക സഭയുടെ ചരിത്രം തിരുത്തി കുറിക്കും. കത്തോലിക്ക സഭയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അനൈക്യവും മാറ്റി ഐക്യത്തോടെ, ഒരുമയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. അച്ഛൻ പറഞ്ഞു, അതിനകത്ത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് മനസ്സിൽ വന്നത്, കത്തോലിക്ക കോൺഗ്രസ് ഒരു അൽമായ സംഘടനയാണ്. പക്ഷെ അതിനെ വളർത്തുവാൻ ഈ വൈദികർക്ക് വലിയൊരു റോളില്ല. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, പല രൂപതകളിലും ചെല്ലുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു സ്വീകാര്യത കിട്ടുന്നു. ഇപ്പൊ തലശ്ശേരി ആയിക്കോട്ടെ, കാഞ്ഞിരപ്പള്ളി ആയിക്കോട്ടെ, പാലക്കാട് ആയിക്കോട്ടെ. പക്ഷെ അതൊരു ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരണമെങ്കിൽ വൈദികർക്ക് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് തിരുത്തി പറയാനുണ്ട്. ജോർജ് സാറിനെ ഞാൻ തിരുത്താൻ പോവാണ്. കാരണം ഇതൊരു അൽമായ സംഘടനയല്ല, ഇത് സാമുദായിക സംഘടനയാണ്. ഈ സാമുദായിക സംഘടന എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിവരിച്ചു എന്തിനാണ് ഈ സമുദായ സംഘടന. സഭയ്ക്ക് അതിലെ സമുദായ അംഗങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മേഖലകളിൽ ഉണർവുണ്ടാകാൻ, ഉത്കർഷം ഉണ്ടാകാനുള്ള സംഘടനയാണ്. അതുകൊണ്ട് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സമുദായ സംഘടന. ഈ സമുദായത്തില് അച്ഛന്മാരും മെത്രാന്മാരും സിസ്റ്റേഴ്സും അൽമായരും എല്ലാവരും ഉണ്ട്. അതേസമയം ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണ്, ഈ സമുദായ സംഘടനയിലൂടെ നമ്മുടെ അൽമായ നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ സഭ പരിശ്രമിക്കുകയാണ്. ഈ അൽമായ നേതൃത്വത്തെ വളർത്തിയെടുക്കുവാൻ സഭയോട് ചേർത്ത് നിർത്തി വളർത്തിയെടുക്കാനുള്ള ഒരു പരിശ്രമമാണ്. അല്ലാതെ ഇത് അൽമായ സംഘടന എന്ന് പറഞ്ഞ് മാറിപ്പോകാനുള്ളതല്ല. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പിതാക്കന്മാരും അത് കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഈ സഭയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവരുടെ എല്ലാം ലക്ഷ്യം സഭയിലെ പൗരോഹിത്യ നേതൃത്വം, അതായത് മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായരിൽ നിന്ന് അകറ്റുവാനുള്ള ഒരു പരിശ്രമം ബോധപൂർവം ഇവിടെ നടക്കുന്നുണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ സഭയെ നശിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ്. അത് തിരിച്ചറിഞ്ഞ് കത്തോലിക്ക കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. എല്ലാവരും ഇതിനകത്ത്, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് പ്രവർത്തിക്കാൻ സാധിക്കാറ്. അതുകൊണ്ട് മാമുദീസ സ്വീകരിച്ച 18 വയസ്സായ കത്തോലിക്കരായിട്ടുള്ള സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഇതിലെ അംഗങ്ങളാകാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ അംഗങ്ങളാണ്. വൈദികരും അംഗങ്ങളാണ്, സിസ്റ്റേഴ്സും അംഗങ്ങളാണ്, മെത്രാന്മാരും അംഗങ്ങളാണ്, അൽമായരും. പക്ഷേ അവിടെ ഇങ്ങനെ വേർതിരിവുകളല്ല. നമ്മൾ അൽമായരായ സഹോദരങ്ങളെ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുവരികയും വളർത്തിയെടുക്കുന്നു. ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു മീറ്റിങ്ങിൽ അതിൽ പ്രസിഡന്റാണ് അതിൻ്റെ അകത്തെ അധ്യക്ഷൻ, അല്ല ഒരു വൈദികനല്ല. അത് നമ്മൾ തിരിച്ചു. യൂണിറ്റ് മീറ്റിംഗ് ആണ്, ആ യൂണിറ്റിലെ പ്രസിഡന്റ് ആണ് അധ്യക്ഷൻ. ഫൊറോന മീറ്റിംഗ് ആണ്, ഫൊറോന പ്രസിഡന്റ് ആണ് അധ്യക്ഷൻ. രൂപത മീറ്റിംഗിലെ രൂപത പ്രസിഡന്റ് ആണ് അധ്യക്ഷൻ. ആ ഒരു അംഗീകാരം വൈദികരും കൊടുക്കണം. പല വൈദികർക്കും ഇതിനകത്ത് അല്പം എനിക്ക് തോന്നുന്നത് മറ്റു ചിന്തകളുണ്ടോ എന്നറിഞ്ഞുകൂടാ. ഇപ്പൊ ബഹുഭൂരിപക്ഷം വൈദികർ അത് മനസ്സിലാക്കുന്നുണ്ട്. വൈദികര് നേതൃത്വം കൊടുത്ത് അൽമായരെയും വളർത്തിയെടുത്ത് ഒരു
സമുദായമായി ഒറ്റക്കെട്ടായിട്ട് സഭയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ തന്നെ വെച്ചാൽ ഈ പലപ്പോഴും ഈ സാമുദായിക വിഷയങ്ങളിൽ നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകളും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ചിലരൊക്കെ ഉന്നയിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മുടെ കൺവെൻഷനലായിട്ട് നമ്മുടെ സഭയുടെ കത്തോലിക്ക സഭയുടെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. അതായത് ഒരു വിഷയത്തിൽ പലപ്പോഴും മാധ്യമങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയ നേതൃത്വങ്ങളായിക്കോട്ടെ, സഭാ നേതൃത്വത്തിന്റെ ഒരു കാഴ്ചപ്പാടിന് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷേ അതിനകത്തൊരു വേർതിരിവ് വരുത്തേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചതാണ്, അതായത് സാമുദായിക വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടത്, അല്ലെങ്കിൽ നിലപാട് പറയേണ്ടത് അഭിനന്ദ പിതാക്കന്മാരുടെ അനുഗ്രഹാശിസുകളോടെ സാമുദായിക നേതൃത്വം, ഒപ്പം തന്നെ സഭാ നേതൃത്വം സഭയുടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഈ കാലം മാറിക്കൊണ്ടിരിക്കുന്നു, നമുക്കറിയാം പല രീതിയിലുള്ള ആക്രമണങ്ങൾ സഭയ്ക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം, അതായത് ഒരു വേർതിരിവ്, അത് നമുക്ക് വേർതിരിവ് ഇൻ ദ സെൻസ് ഒരു പോസിറ്റീവ് സെൻസിലാണ് ഉദ്ദേശിക്കുന്നത്. സാമുദായിക വിഷയങ്ങളിൽ സമുദായ നേതൃത്വം, അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക കോൺഗ്രസ് വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനില്ല അത്തരം കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഈ സമീപകാലത്തെ കത്തോലിക്ക കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ചില സ്ഥാപനങ്ങളുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ എടുത്താൽ മതി. അതിൽ ബഹുമാനപ്പെട്ട രാജീവ് സാറാണ് ആദ്യമേ ഇടപെട്ടത്. അതായത് കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതനായ ഗ്ലോബൽ പ്രസിഡന്റും ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയും ആ സ്ഥലത്ത് പോയി മറ്റ് നേതാക്കളുമായി പോയി അവരുമായിട്ട് സംസാരിച്ചു. ആ വിഷയങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തു. കത്തോലിക്ക സമുദായം ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളെ നിശ്ചിതമായിട്ട് എതിർക്കുമെന്നും ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടുമെന്ന് പറഞ്ഞ ആരാണ്? അൽമായ നേതാക്കളാണ്. അത് ഞാൻ ബോധപൂർവ്വം പോകാതിരുന്ന അവിടെ, കാരണം അൽമായ നേതൃത്വമാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ നേതൃത്വത്തെ വളർത്തിയെടുക്കണം. അതുകൊണ്ട് അത് ഇനി മുതൽ വളരെ കൃത്യമായിട്ട് നമ്മൾ നടത്തും. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണം, ഈ അടുത്തുണ്ടായ നിർമ്മല കോളേജിൽ നടന്ന, പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നിസ്കാര മുറി ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു സമരങ്ങളൊക്കെ അതത്ര നിഷ്കളങ്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വെച്ചാൽ. അതായത് ഒരു അതിന് പിന്നിൽ എന്തൊക്കെയോ ഒരു ഗൂഢ ലക്ഷ്യങ്ങളില്ലേ? അതായത് സഭയുടെ സ്ഥാപനങ്ങളെ കരിവാരി തേക്കുവാൻ, തകർക്കുവാൻ ചില അധിനിവേശ ശ്രമങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്ന് നാം സംശയിച്ചതിന് അതിനെ കുറ്റം പറയാൻ സാധിക്കും? അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അതിന് ഒരു കാരണവശാലും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഇത് ടെസ്റ്റ് ഡോസ് ആയിട്ട് പല സ്ഥലത്ത് ആവർത്തിക്കുന്നതായിട്ട് നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, അത്തരം യാതൊരു നീക്കങ്ങളും കത്തോലിക്ക കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം അനുവദിക്കുന്നതല്ല. കാരണം ഇത് ആരുടെ ഔദാര്യമല്ല. ഈ നാട്ടില് ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടന അനുവദിച്ചു തരുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റമാണിത്. ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ അനുസരിച്ച് നമുക്ക് ലഭിച്ച സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് മനസ്സിലാകാത്തവരാണ് ഇത്തരം പ്രവണതകൾ കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ ഒരു കോളേജില് അല്ലെങ്കിൽ ഒരു സ്കൂളില് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം അവിടെ ഉണ്ട്. അവിടെ നമ്മുടെ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസത്തെ വളർത്താൻ കൂടെ നമുക്ക് അവകാശമുണ്ട്. നമുക്ക് അവിടെ ഒരു വിശുദ്ധ കുർബാനയോ വിശുദ്ധ ബലിയോ അർപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല പലരും. മറിച്ച് ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ ആരെങ്കിലും ചെന്ന് ഇവിടെ വിശുദ്ധ കുർബാന നടത്തണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അവിടെ കൊന്ത നമസ്കാരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അവിടെ ഞങ്ങൾക്ക് പ്രത്യേകം ബലി അർപ്പിക്കാനുള്ള അവസരം തരണമെന്ന്, വിശുദ്ധ ബലി അർപ്പിക്കാനുള്ള അവസരം തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അവർക്കുള്ള അവകാശങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരുടെ അവകാശങ്ങളെയും പൊതുജനം അംഗീകരിക്കണം, ബഹുമാനിക്കണം. അത് വെറും ഒരു ഔദാര്യമല്ല. അത് ഈ നാട്ടിലെ ഭരണഘടന വളരെ കൃത്യമായിട്ട് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അവകാശമാണ്. അതിന്റെ മേൽ കുതിര കയറാൻ ഒരു ശക്തിയെയും കത്തോലിക്ക കോൺഗ്രസ് അനുവദിക്കാൻ. അച്ഛൻ, ഇത്തരത്തിലുള്ള ഈ അധിനിവേശ ശ്രമങ്ങൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷ അവകാശങ്ങൾ മേലുള്ള കടന്നുകയറ്റം ഒക്കെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ അതിന്റെ കാരണങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊരു ചില ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ചിലർ പറയുന്നത്, ഈ രാഷ്ട്രീയ മേഖലയിൽ പണ്ടത്തെ പോലെ മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ കത്തോലിക്ക സഭയ്ക്ക് സ്വാധീനമില്ല, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ സഭയെ സ്നേഹിക്കുന്ന സമുദായ ബോധമുള്ള നേതാക്കളെ സഭയ്ക്ക് രാഷ്ട്രീയ മേഖലയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ മേഖലയിൽ സഭയ്ക്കുണ്ടാകുന്ന അല്ലെങ്കിൽ സമുദായ ബോധമുള്ള നേതാക്കളുടെ ഒരു അഭാവം, അത് വലിയൊരു പ്രതിസന്ധി തന്നെയല്ലേ? അതിനൊക്കെ മാറ്റം വരികയാണ്. ഈ കത്തോലിക്ക കോൺഗ്രസിലെ നേതൃയോഗത്തില് ഞങ്ങൾ വളരെ ശക്തമായ തീരുമാനമെടുത്ത് വളരെ കൃത്യമായ പ്ലാനോടുകൂടെ ഇവിടെ കത്തോലിക്കരായ യുവജനങ്ങളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ ബോധപൂർവം പരിശ്രമിക്കുന്നതാണ്. കത്തോലിക്ക നേതാക്കന്മാർ ഇവിടെ വളർന്നു വരും. ഇപ്പോൾ അല്പം കുറവായെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇനി മുതൽ അതിനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. കത്തോലിക്ക നേതാക്കന്മാരെ
പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ സഭ വളരെ കൃത്യമായിട്ട് ഇടപെടും. പിന്നെ സഭയ്ക്ക് രാഷ്ട്രീയത്തില് ശക്തി കുറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല എൻ്റെ അഭിപ്രായത്തിൽ. ഇവിടെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഏത് കാൻഡിഡേറ്റിനെയും തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. എല്ലായിടത്തും വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം നമ്മൾ അവിടെ ഒന്നും വലിയ ജനസംഖ്യ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഈ നിർണായകമായ വോട്ട് ബാങ്ക് തന്നെയാണ് കത്തോലിക്കർ ഇപ്പോഴും. കത്തോലിക്ക കോൺഗ്രസും സഭയും തീരുമാനിച്ചാൽ ഏത് കാൻഡിഡേറ്റിനും തോൽപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത്ര ബലഹീനരൊന്നും അല്ല നമ്മള്. ആനയ്ക്ക് ആനയുടെ വില അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ, കത്തോലിക്കൽ ഒരുമിച്ച് നിന്നാൽ ഈ നാട്ടില് നമുക്ക് അനീതിപരമായിട്ട് ഒന്നും വേണ്ട, അന്യായമായിട്ട് ഒന്നും വേണ്ട. അനീതി നമുക്കെതിരെ വരുന്നു എന്ന് കണ്ടാൽ, അന്യായമായിട്ട് നമ്മളോട് പെരുമാറുന്നു കണ്ടാൽ നമ്മൾ പ്രതികരിക്കണം. അതിനുള്ള ശക്തി നമുക്കുണ്ട്. നമ്മൾ നീതിയോടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ എതിർക്കാൻ അവർക്ക് സാധിക്കില്ല. എതിർത്താൽ അതിന്റെ പരിണിത ഫലവും രാഷ്ട്രീയ പാർട്ടികൾ അനുഭവിക്കേണ്ടി വരും. അച്ഛൻ പറഞ്ഞതുപോലെ കത്തോലിക്ക സഭയ്ക്ക് വലിയ രീതിയിലൊരു സ്വാധീന ശക്തിയുണ്ട്, നിർണായകമായ ശക്തിയുണ്ട് പല മണ്ഡലങ്ങളിലും. പക്ഷേ അതിൻ്റെ അകത്ത് മറ്റൊരു ഫാക്ടറില്ല അച്ഛാ, അതായത് ഈ ഒരു അനൈക്യം നമ്മുടെ ഇടയിൽ തന്നെയുള്ള, പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഇടയിൽ തന്നെയുള്ള കത്തോലിക്കരുടെ അതൊരു വൺ ഫാക്ടറാണ്. ഒപ്പം തന്നെ വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ തമ്മിലുള്ള ഇടയിലുള്ള അനൈക്യം, വിവിധ രൂപതകൾക്കിടയിലുള്ള ഒരു അനൈക്യം, അത് സഭയുടെ ഒരു ശത്രുക്കൾ അല്ലെങ്കിൽ സഭയുടെ നാശം ആഗ്രഹിക്കുന്നവർ, ക്രൈസ്തവ സമുദായത്തിന്റെ നാശം ആഗ്രഹിക്കുന്നവർ അത് മുതലെടുക്കുന്നില്ലേ? അതിനെ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, 2000 വർഷമായിട്ട് ഇത്തരം മലീമസമായ ചിന്തകളോടെ പലരും ഈ സഭയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നടന്നിട്ടില്ല. ചെറിയ കോട്ടങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആത്യന്തികമായിട്ട് ഈ സഭയെ നശിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഇതിന് ദൈവികമായ ഒരു പിന്തുണയുണ്ട്, ദൈവികമായ ഒരു പദ്ധതി ഇതിനുണ്ട്. ഈ സഭയിലെ എല്ലാവരും വിശുദ്ധരാണെന്ന് ഞാൻ പറയുന്നില്ല. കുറവുകളുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് സഭ ആകമാനം മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സഭയെ തോൽപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ദൈവം തന്നെ നമുക്ക് സപ്പോർട്ട് തരും, നമ്മുടെ കൂടെ നിൽക്കും. അതിന് കാലാകാലങ്ങളിൽ ആളുകളെ അയക്കും ദൈവം. അതുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇനി കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ നേതൃത്വം കൊടുത്ത എല്ലാ പരിപാടികളും വിജയിച്ചു. നമ്മൾ മറ്റുള്ളവരെയും കൂടെ കൂട്ടിച്ചേർത്താണ്. ഞാൻ പറഞ്ഞ കത്തോലിക്കരെ മാത്രമല്ല, മറ്റ് വിഭാഗങ്ങളിലുള്ളവരെയും കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നമ്മൾ നടത്തിയ പല പരിപാടികളിലും ഇതര അക്രൈസ്തവരല്ല, ക്രൈസ്തവരായിട്ടുള്ളവർ തന്നെ, പക്ഷെ അകത്തോലിക്കരായിട്ടുള്ളവരെയും നമ്മൾ ചേർത്ത് നിർത്തി അവരുടെ സഹകരണത്തോടു കൂടിയാണ് ചെയ്തത്. കത്തോലിക്ക കോൺഗ്രസ് ഇതിനൊക്കെ ഒരു ക്രൈസ്തവ നേതൃത്വമായി മാറുകയാണ്. തീർച്ചയായും വ്യക്തമാണ് വെച്ചാൽ മറ്റു ചില സാമുദായിക വിഷയങ്ങളിലേക്ക് കിടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഈ അഭിമുഖം സംഘടിപ്പിക്കുന്ന ഒരു സമയത്താണ് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നത്. അതിലേക്കല്ല എൻ്റെ ചോദ്യം. പക്ഷേ ആ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്, സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ്, ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് ഉണ്ട് എന്ന രീതിയിൽ. അങ്ങനെ കത്തോലിക്ക കോൺഗ്രസ് നാളുകളായിട്ട് ഈ ജസ്റ്റിസ് JB കുരിശി കമ്മീഷൻ റിപ്പോർട്ട്, കേരളത്തിലെ ഒരു പ്രബല വിഭാഗമായ ഈ നാട്ടിലെ നന്മയ്ക്കും അല്ലെങ്കിൽ നാടിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ഒരു സമുദായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിയോഗിച്ച, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ജസ്റ്റിസ് JB കുരിശി കമ്മീഷൻ ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച ഒരു വാക്കാണ് ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഏതെങ്കിലും ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മർദ്ദ ശക്തി പ്രവർത്തിക്കുന്നതായിട്ട് കത്തോലിക്ക കോൺഗ്രസിന് ഒരു സംശയമുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന് സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. ഇങ്ങനത്തെ പ്രഷർ ഗ്രൂപ്പുകൾ ഉണ്ടാകാം, തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നുന്നത്, നമ്മളിത് നാളിതുവരെ ആവശ്യപ്പെട്ടിട്ടും ഒരു കൃത്യമായ കാര്യക്ഷമമായ ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പുറത്തുവിടാൻ പല കമ്മിറ്റികൾ വെച്ചു എന്നൊക്കെ കേട്ടു. അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഗവൺമെന്റ് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അതിന്മേൽ നടപടി എടുക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. ഇനി അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അത് പൊതുജനത്തിന് മുമ്പിൽ ഈ വിഷയം വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കും. പിന്നെ ജോർജ് സാർ ആദ്യം പറഞ്ഞ വിഷയം, പല സിനിമകളിലും കത്തോലിക്കരെ ഇകഴ്ത്തി കാണിക്കാനുള്ള ബോധപൂർവമായ ഒരു പരിശ്രമമുണ്ട്. വളരെ പ്രത്യേകിച്ചും ഈ കത്തോലിക്ക സഭയുടെ അമരക്കാരായിരിക്കുന്ന മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും വളരെ മോശമായ തരത്തില് അവതരിപ്പിച്ച് ഈ നേതൃത്വത്തിലുള്ളവരെ
ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു ബോധപൂർവമായ പരിശ്രമമുണ്ട്. അത് ഇല്ല എന്ന് പറയാൻ പറ്റിയല്ല. പല സിനിമകളും എടുത്താൽ നമ്മളുടെ വിശുദ്ധ സങ്കല്പങ്ങളെ തച്ചുടയ്ക്കുന്ന വിധത്തില് വളരെ മോശമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. അത് ചെയ്യുന്നവര് ആലോചിക്കേണ്ടതാണ്. ഇനി അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് നന്മയുടെ സിനിമകൾ ഇറക്കാൻ സാധിക്കും. എൻ്റെ അഭിപ്രായത്തില് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് കത്തോലിക്ക സമുദായത്തില് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നവര് നല്ല തീമുകൾ അവതരിപ്പിച്ച് മതസൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ വക്താക്കളായി മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന വിധത്തിലുള്ള നല്ല തീമുകളുള്ള നല്ല സിനിമകൾ അവതരിപ്പിക്കണം. ആരെയും നമ്മൾ ഇകഴ്ത്തേണ്ട കാര്യമില്ല. നമ്മൾ മറ്റു മതസ്ഥരെ ബഹുമാനിക്കാനാണ് ബേസിക് ആയിട്ട് കത്തോലിക്ക എല്ലാം പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിനൊരു മാറ്റമില്ല. പക്ഷേ നമുക്കെതിരായി ഇങ്ങനെ ഒരു നീക്കമുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. അത് പല സിനിമകളും പരിശോധിച്ചാൽ കാണാം. നമുക്ക് ഏറ്റവും വിശുദ്ധമായ നമ്മുടെ കൂദാശകളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാനുള്ള പരിശ്രമം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ കുമ്പസാരത്തെ, വിശുദ്ധ കുർബാനയെ, അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ഈ കാര്യത്തില് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, ജോർജി സാറ് പറഞ്ഞത്. പക്ഷെ അതിനെതിരെ നമ്മൾ ഇനി പ്രവർത്തിക്കണം. ഉദാഹരണത്തിന് ഈ സ്വർഗം എന്നാണ് എൻ്റെ വിചാര പേര്. ഒരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട് സി ന്യൂസിന്റെ ഒക്കെ നേതൃത്വത്തില്. ആ സ്വർഗം എന്ന സിനിമയിൽ നമ്മൾ ഈ ഒരു നന്മയുടെ വക്താക്കളാകാൻ പരിശ്രമിക്കുക. ആരെ ഇകഴ്ത്തി കാണിക്കാൻ, സമൂഹത്തില് ഈ നല്ല മൂല്യങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി. അങ്ങനെ നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ആളുകൾ ഉണ്ടായാൽ അങ്ങനെ നല്ല സിനിമകൾ ഇറങ്ങും. അപ്പൊ ഈ കലയെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, സുവിശേഷാത്മകമായ മൂല്യങ്ങൾക്ക് വേണ്ടി നമുക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. സുവിശേഷാത്മകമായ മൂല്യം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് ക്രൈസ്തവരുടെ മാത്രം ഒരു കാര്യം. സുവിശേഷാത്മക മൂല്യം എന്താണ്? സ്നേഹമാണ്. സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം സ്നേഹിക്കുക എന്നുള്ളത്. അതാണ് സർവ്വമതങ്ങളുടെ അന്തസ്സത്തെ എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ച ആ സ്നേഹത്തിലേക്ക് ഈ കലയെ രൂപാന്തരപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം തന്നെ നമുക്ക് ഈ അടുത്ത നാളുകളിൽ ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു വളർച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ ക്രൈസ്തവർ നമ്മുടെ സമൂഹത്തിന്റെ ചില മേഖലകളിൽ ഒതുങ്ങിപ്പോകുന്നതായിട്ട് ചില തോന്നിയിട്ടുണ്ട്. അതായത് ഞാൻ ചോദിക്കാൻ കാരണം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചില ജോലികൾ ഇപ്പം എന്താ പറയുക, ഇപ്പൊ വിദേശങ്ങളിലേക്ക് ഉള്ള കുടിയേറ്റം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്, നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അതൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഈ ഒരു നാട്ടിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ജനസംഖ്യയൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് മാധ്യമ മേഖലയിൽ, സിവിൽ സർവീസ് മേഖലയിൽ, ഗവൺമെന്റ് ജോലികളിൽ അച്ഛനിപ്പോ സൂചിപ്പിച്ചതുപോലെ ഇപ്പം സിനിമയൊക്കെ നല്ലൊരു കലാ സൃഷ്ടിയാണ്. അതിൽ തന്നെ നല്ല ക്രൈസ്തവ മൂല്യങ്ങൾ പുലർത്തുന്ന വ്യക്തിത്വങ്ങൾ, സമുദായ ബോധമുള്ള വ്യക്തിത്വങ്ങൾ, അവരുടെ എണ്ണം കുറഞ്ഞു വരികയില്ല. അതായത് ക്രൈസ്തവർ ചില ഏരിയകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒതുങ്ങിപ്പോകുന്നു. അത് അവരെ കുറ്റം പറഞ്ഞിട്ടില്ല, ജീവിത സാഹചര്യങ്ങൾ പലതുമായിരിക്കാം. അതിനൊരു മാറ്റം വരേണ്ടതല്ലേ? തീർച്ചയായും. അത് ഇന്ന് തന്നെ ഞാൻ അവിടെ പാലക്കാട് പ്രസംഗിച്ചതേ ഉള്ളൂ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ. നമ്മൾക്ക് ഒരു സമുദായ പരമായിട്ടുള്ള സംഘാതമായ ഒരു പ്രവർത്തനത്തിന് കഴിഞ്ഞ കാലഘട്ടത്തിൽ ച്യുതി സംഭവിച്ചിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. ഇനി മുതൽ അങ്ങനെയല്ല. ഈ സമുദായത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണ് സമുദായ അംഗങ്ങൾക്ക് കുറവുകൾ ഉള്ളത് എന്ന് കൃത്യമായ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കി അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു സംഘാതമായ പ്രവർത്തന ശൈലിയാണ് കത്തോലിക്ക കോൺഗ്രസ് സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ നാട്ടിലുള്ള പിള്ളേരെല്ലാം ഇങ്ങനെ വാലുവാല് വിദേശത്തോട്ട് പോകുന്നത്, അതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും? അവര് പോകുന്ന പലരും നേഴ്സിംഗ് മേഖലയിൽ മാത്രമാണ്. ഞാൻ തന്നെ ഒരു 15 വർഷം വിദേശത്ത് ജീവിച്ച ആളാണ്. എനിക്കറിയാം അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ. അപ്പൊ ഈ നേഴ്സിംഗ് മേഖല മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, മനുഷ്യന് ചെയ്യുന്നൊരു നന്മയാണ്. പക്ഷെ മറ്റ് പല അനന്ത സാധ്യതകളുണ്ട്. ഈ നാട്ടിൽ തന്നെ വലിയ സാധ്യതകളുണ്ട്. അത് പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഈ മേഖലയിലൊക്കെ സമുദായ അംഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഏതൊക്കെ പദ്ധതികൾ വേണോ അത് സഭാ നേതൃത്വമായിട്ട് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഈ സമുദായ നേതൃത്വം നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. അപ്പോൾ തന്നെ അവസാനത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മലയോര മേഖല പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന് വളരെ വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതിന്റെ പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നില്ല. വന്യജീവി ശല്യം, ബഫർ സോൺ പോലുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ ഇടുക്കിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഏലമല കാടുകൾ അത് വനഭൂമിയാക്കി മാറ്റുന്ന ഒരു പ്രതിഭാസത്തിനെതിരെ ഇടുക്കി രൂപതയൊക്കെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്നു. അതിന്മേൽ കുന്മേ കുരുവായിട്ടാണ് നമുക്ക് അറിയാം ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാവുന്ന ദുരിതങ്ങൾ, വയനാട് വെലങ്ങാടും ഒക്കെ ഉണ്ടാവുന്ന ദുരിതങ്ങൾ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മലയോര മേഖല പ്രത്യേകിച്ച് മലബാറിലായിക്കോട്ടെ ഇടുക്കിയിലായിക്കോട്ടെ അവരൊക്കെ ഒരു നിശബ്ദമായിട്ടുള്ളൊരു കുടിയിറക്കിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും ഈ ജോർജ് സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് മലയോര മേഖലയിലുള്ള ആളുകളെ പലതരത്തില്
അവിടുന്ന് ഇറക്കി വിടാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. ആദ്യത്തെ പ്രശ്നം വന്യജീവി പ്രശ്നങ്ങളാണ്. മലയോര മേഖലയിലുള്ള ആളുകളുടെ സ്ഥലങ്ങളിൽ ഈ വന്യജീവി ഇറങ്ങി വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കും. അതിന് കത്തോലിക്ക കൗൺസിൽ വളരെ ശക്തമായി പ്രതികരിക്കുകയും ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് തലശ്ശേരി വന്ന് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. അത് പ്രതീക്ഷാവഹമായ നീക്കങ്ങളായിരുന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? മലയോര മേഖലയിൽ പ്രത്യേകിച്ച് വനത്തോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ആളുകളുടെ സ്ഥലങ്ങൾ പലരും ഇങ്ങനെ ഏക്കർ കണക്കിന് മേടിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവിടെ കൃഷിയും ചെയ്യാതെ നോക്കാതെ ഇടുകയാണ്. അപ്പൊ എന്ത് വരും? അവിടെ മുഴുവൻ ഈ കാട് പോലെ വളർന്നു വരികയാണ്. അപ്പം വന്യജീവികൾ അങ്ങോട്ട് ഇറങ്ങി വരുന്നു. എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം DFOയോട് സംസാരിച്ചു. അതുപോലെ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മറ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അവര് പറഞ്ഞ ഒരു കാര്യം, ഗവൺമെന്റ് അതിന് നിയമങ്ങളുണ്ട്. ഈ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങള് കാട് വെട്ടിയിടാൻ അവന്റെ ഉടമസ്ഥർക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെന്റിന് നോട്ടീസ് കൊടുക്കാം. പ്രത്യേകിച്ച് പഞ്ചായത്തുകൾക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടും ഇവരത് വെട്ടിത്തെളിച്ചിടുന്നില്ലെങ്കിൽ വനം വകുപ്പ് പൈസ മുടക്കി അത് വെട്ടിത്തെളിക്കുകയും ആ പൈസ ഇവർ ഈടാക്കുകയും ചെയ്യാനുള്ള വകുപ്പുണ്ടെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മറ്റ് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത്. നമ്മൾ ഇതിനൊന്നും അറിയുന്നില്ല. അപ്പം നിശബ്ദമായി കുടിയേർക്ക് നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അതുപോലെ നമ്മുടെ വനയോര മേഖലയിലുള്ള സ്ഥലങ്ങൾ ഇവർ വാങ്ങിക്കൂട്ടുന്നു. 10 ലക്ഷം 15 ലക്ഷം അങ്ങോട്ട് കൊടുക്കുന്നു. അത് 10 സെന്റ് ഉള്ളവനും 10 ഏക്കർ ഉള്ളവനും ഒരേപോലെ. അതെന്തൊരു അനീതിയാണ്! ഈ പാവപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്യും? അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം ഉണ്ട്. അപ്പൊ തന്നെ അച്ഛൻ ശരിക്കും അച്ഛന്റെ ശുശ്രൂഷ മേഖല എന്ന് പറയുന്നത് തലശ്ശേരി അതിരൂപത കേന്ദ്രീകരിച്ചാണ്. പക്ഷേ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പൊ ഇന്ന് തലശ്ശേരിയിലാണെങ്കിൽ നാളെ പാലയില്, മറ്റന്നാള് പാലക്കാട്, അതിന് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത്. അപ്പൊ ഇങ്ങനെ ഓടി നടക്കാനുള്ള ഒരു ഊർജ്ജം എങ്ങനെയാ കിട്ടുന്നത്? അതൊരു ദൈവകൃപയാണ്. ദൈവം നമ്മളെ നിയോഗിക്കുമ്പോൾ അതിനുള്ള ശക്തിയും ദൈവം തരും. പക്ഷെ അങ്ങനെ ഓടി നടക്കുമ്പോൾ അതിന്റെ ഒരു ഗുണമുണ്ട്. നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ചെല്ലുകയും നേരിട്ട് അതിന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ ശുശ്രൂഷയായിട്ട് ഞാൻ കരുതുകയാണ്. തമ്പുരാൻ അനുവദിക്കുന്നിടത്തോളം അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ തന്നെ അച്ഛന്റെ പല ചാനൽ ചർച്ചകളും പല പ്രസംഗങ്ങളും ഒരു ഹാർട്ട് ടച്ചിങ് ആണ്. അതായത് സമുദായ ബോധം തുളുമ്പി നിൽക്കുന്ന വാക്കുകളാണ് അച്ഛൻ യൂസ് ചെയ്യുന്നത്. അത് വളരെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ അത് വലിയ രീതിയിൽ ഒരു സ്വാധീനിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഒരു പ്രവാചക ധീരതയോടെ സമുദായത്തിന് വേണ്ടി ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നതിന് പിന്നിലെ ഒരു ചേതോവികാരം അല്ലെങ്കിൽ അച്ഛനെ അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്? എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എൻ്റെ സമുദായത്തോടുള്ള എൻ്റെ സ്നേഹമാണ്. ഈ സമുദായത്തിന്റെ നന്മയെക്കുറിച്ച് എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. ഈ കത്തോലിക്ക സമുദായത്തിന്റെ നന്മ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് കാരണമാകുന്നുള്ളൊരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ സ്വപ്നമാണത്. അത് ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട്, അതുപോലെ എനിക്ക് വളരെ കൃത്യമായ നിലപാടുകളുണ്ട്. നിലപാടുകളിൽ നിന്ന് പിൻവാങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഈ സമുദായത്തിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചാൽ ഈ സമുദായത്തിലെ ഓരോ അംഗത്തിനു വേണ്ടി, ആ ഓരോ അംഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലപാടെടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം അത് ചെയ്യണമെന്നും വിചാരിക്കും. അച്ഛൻ ഇത്രത്തോളം ഇങ്ങനെ ധീരതയോടെ വെട്ടിത്തുറന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഭീഷണികളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? ഇതുവരെ എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. പൊതുവെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പല ചർച്ചകളും കഴിഞ്ഞ് അതിന്റെ അടിയിൽ അവര് പൊതുവെ നല്ല കാര്യങ്ങൾ ആളുകൾ വളരെ അപൂർവം ചിലർ ചീത്തയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് വലിയ ബോധറേഷൻ ഇല്ല. ഞാൻ മുന്നോട്ട് നോക്കുന്നു, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. എതിർപ്പുകളെയും വിമർശനങ്ങളെയും ഞാൻ ഭയപ്പെടുന്നില്ല. അത് ചില അസൂയാലുക്കളായിരിക്കാം, നന്മ വരുന്നതിനുള്ള ഇഷ്ടമില്ലാത്തവരായിരിക്കും. അത് എൻ്റെ വിഷയമേ അല്ല. ഞാൻ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. നമ്മുടെ സമുദായത്തിന് വളർച്ച ഉണ്ടാകണം. ഈ കത്തോലിക്ക കോൺഗ്രസിലൂടെ അൽമായ നേതൃത്വം വളർന്നു വരണം. സഭ ഒന്നായിട്ട് മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ സ്വപ്നം. തീർച്ചയായും എല്ലാ ആശംസകളും വെച്ചാൽ കത്തോലിക്ക കോൺഗ്രസിന് ഇനിയും ഉയരങ്ങളിലേക്ക് നയിക്കുവാൻ, സമുദായത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ അച്ഛന്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ആരോഗ്യവും എല്ലാം നന്മകളും അച്ഛന് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു അച്ഛൻ. നന്ദി. താങ്ക് യു.